എനിക്ക് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻസും കേൾക്കണ്ട. ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. ഐ വാണ്ട് മൈ ഡോക്ടർ. എനിക്ക് എന്റെ ഡോക്ടർ അല്ലാതെ വേറെ ആരെയും നിങ്ങൾ അയക്കണ്ട. എനിക്ക് അയാൾ മാത്രം മതി, വേറെ ആരും വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? ഹലോ ഹലോ. ഡോക്ടർ. യെസ്. ആ ഡോക്ടർ നിത്താറ, താനായിരുന്നോ? എന്ത് പറ്റി? അല്ല ഡോക്ടർ, അയാളെന്ന് പറയുന്ന പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നോ? ഇപ്പോൾ അയാൾ വിളിച്ചിട്ട് പറയാ ഡോക്ടർ മതി അയാളെ ചികിത്സിക്കാൻ, അല്ലാതെ പുതിയതായിട്ട് ആരും വേണ്ടെന്നാ പറയുന്നത്. അപ്പോൾ ഞാനെന്താ ചെയ്യണ്ടേ? നിത്താറ, ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ടാണ് അവനെ ട്രീറ്റ് ചെയ്യാൻ അവനെപ്പോഴും എന്നെ തന്നെ വിളിക്കുന്നത്. അവൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ അവനൊട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ്. പിന്നെ നിനക്കറിയാലോ, ഞാനെന്തായാലും ഇവിടെ ഉണ്ടാവില്ല കുറച്ച് നാളത്തേക്ക്. ഞാൻ പാരീസിൽ പോവാണ് കുറച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിന്നോട് അവനെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഡോക്ടറിന് അയാളെ പറ്റി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതുകൊണ്ട് ഡോക്ടറിനെ അയാൾ ചികിത്സിക്കാൻ എളുപ്പമാണ്. പക്ഷേ എനിക്ക് അയാളെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ഞാനെന്തായാലും പറയാൻ പോകുന്നില്ല. ഡോക്ടേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് പേഷ്യൻസായിട്ട് നല്ല കമ്പനി ആവുന്നുള്ളത്. നീ അവനായിട്ട് കമ്പനിയായിട്ട് അവരോടെല്ലാം ചോദിച്ചു മനസ്സിലാക്ക്. അപ്പോൾ നിനക്ക് ട്രീറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നതിനേക്കാളും എളുപ്പമായിരിക്കും. ഈസി അല്ലെന്നറിയാം, എന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ. യെസ്. ആരാ? എന്ത് വേണം? ഞാൻ നിത്താര, ഡോക്ടറാണ്. ഇവിടുത്തെ അയാളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു വിട്ടതാ. ഓ, അത് ഡോക്ടർ ആയിരുന്നല്ലേ? എന്നെ ഏടും വിളിച്ച് പറഞ്ഞിരുന്നു വരുന്നുണ്ടെന്ന്. അപ്പോൾ അവന് പുതിയ ഡോക്ടറിന്റെ കാര്യത്തിൽ എന്താവുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ഓക്കെ. എനിക്ക് റൂമൊന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ പേഷ്യന്റിനെ ഒന്ന് കാണാമായിരുന്നു. അതിനെന്താ, സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് തിരിഞ്ഞ ഫസ്റ്റ് റൂമാ. കയറിക്കോളൂ. Who is this? നോക്കിക്കഴിഞ്ഞെങ്കിൽ ആരാന്നൊന്ന് പറയാവോ? ഞാൻ നിത്താര, നിങ്ങളെ ട്രീറ്റ് ചെയ്യാമെന്ന പുതിയ ഡോക്ടറാ. വാട്ട്? മൈ ഡോക്ടർ? ഞാൻ പറഞ്ഞിരുന്നാണല്ലോ എനിക്ക് ന്യൂ ഡോക്ടർ വേണ്ട, പഴയ ഡോക്ടർ തന്നെ മതിയെന്ന്. ലിസൺ, ഇപ്പൊ ആ ഡോക്ടർ അവൈലബിൾ അല്ല, പുറത്ത് വേറൊരു ഡ്യൂട്ടിക്ക് പോയിരിക്കാം. അതാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ അവന്റെ സ്ഥിരം പേഷ്യന്റ് അല്ലേ? എന്നിട്ട് എന്നെ വിട്ടിട്ട് വേറെ ട്രീറ്റ്മെന്റിന് പോയോ? ഇത് കേൾക്കൂ, നിങ്ങൾ ഒട്ടും വറീഡ് ആവണ്ട. ആ ഡോക്ടർ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്തോളാം. ഡോണ്ട് വറി. നിനക്ക് എന്നെ പറ്റി എന്തറിയാം എന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട്? പക്ഷേ അവൻ എന്നെ പറ്റി എല്ലാം അറിയാം. ഞാനും അതിനാണല്ലോ വന്നത്. തന്നെ പറ്റി ഫുള്ളായിട്ട് അറിഞ്ഞതിന് ശേഷം ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഫ്രണ്ട്ഷിപ്പ്? നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രാ ഞാനൊന്നും മിണ്ടാതെ ഇത്രയും നേരം നിന്നത്. എന്റെ റൂമിൽ നിന്ന് പോവാൻ നോക്ക്. അല്ല, എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ടായിരുന്നു. ഇത്ര നേരം മര്യാദയുടെ ഭാഷയിൽ നീ സംസാരിച്ചത് എന്റെ മൈൻഡ് മാറുന്നതിന് മുമ്പ് അറിഞ്ഞു പോടി എന്റെ മുറിന്ന്. ആ ഡോക്ടർ, അവനെ കണ്ടോ? എന്താ അവന്റെ പ്രതികരണമൊക്കെ? പ്രതികരണം ആളെ കുറച്ച് വയലന്റ് ആണ്, എന്നാലും പെട്ടെന്നൊരു പരിഗണന എനിക്കവൻ തന്നു. സോ അവനെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. എനിക്കറിയാം അവനെ, ഞങ്ങള് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ. അവൻ എന്നെ ഓർമ്മയില്ലെന്നേ ഉള്ളൂ. ആണല്ലേ? അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ക്ലോസ് ആവുമായിരിക്കുമല്ലോ. അവനെ കാണുന്നവരെ അവൻ എൻ്റെ പേഷ്യൻ്റെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവനെ പഴയ പോലെ കൊണ്ടുവരും. എനിക്ക് ഡോക്ടറിനെ വിശ്വാസ.
അവനെ എങ്ങനെയെങ്കിലും പഴയ പോലെ ഒന്ന് കിട്ടിയാൽ മതി എനിക്ക്. താൻ വിഷമിക്കണ്ട, നമുക്ക് അവനെ പഴയ പോലെ തിരിച്ചു കൊണ്ടുവരാം. അതിനു മുമ്പ് അവനെന്താ പറ്റിയെന്ന് പറയാവോ? എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കും ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും എല്ലാം കാരണമായ ഒരു വിഷയം. ഇതാണ് ദീക്ഷ, അയാന്റെ എല്ലാം ആയിരുന്നവൾ. അവനാരെങ്കിലും ജീവനിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ദീക്ഷ മാത്രം. അവന്റെ പ്രാണനായിരുന്നു അവള്. ആരാ ഈ ദീക്ഷ? അവക്കെന്താ ശരിക്കും സംഭവിച്ചത്? പറയാം. ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് അപ്പം മരിച്ച ആ ഒരു കാര്യം ഒഴിച്ചു നോക്കുവാണെങ്കിൽ ബാക്കി എല്ലാം കൊണ്ടും ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇച്ചയാ, ഞാൻ ഇന്ന് കമ്പനിയിലേക്ക് പോവാണേ, നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ടടാ, നീ പൊക്കോ, എനിക്ക് ഇന്നിവിടെ കുറച്ച് പണിയുണ്ട്. പിന്നെ ഇന്ന് പള്ളിയിലോട്ടും പോണം, അപ്പൻ്റെ ഓർമ്മോസം അല്ലേ. ആ ശരിയാ, എന്തായാലും ഞാൻ കമ്പനിയിലോട്ട് പോകുന്ന വഴി അവിടെ ഒന്ന് കയറി കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ട് വരാം. ഇത്ര രാവിലെ ആരെങ്കിലും ഫ്ലവേഴ്സ് കട തുറക്കുവോ ഉണ്ടോ? ആ, നീ പോയി തിരക്കി നോക്ക്, ചിലപ്പോൾ ആരെങ്കിലും തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലോ, പറയാൻ പറ്റില്ല. എങ്കിൽ ശരി, ഞാനിന്ന് ഇറങ്ങുവാ, നമുക്ക് വൈകുന്നേരം കാണാം. ഓ എന്റെ ദൈവമേ, ഈ സമയത്ത് ഫ്ലവർ ഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ, എന്റെ ഭാഗ്യം. ഈ ഫ്ലവർ കൊള്ളാലോ. ഇവിടെ ആരും ഇല്ലേ? ഹലോ. സർ, ഞാനുണ്ട്. യാ, ഐ വാണ്ട് ദിസ് ഫ്ലവർ. ഓ മൈ ഗോഡ്. പെണ്ണിന് ഞാനൊന്ന് കണ്ടൊരു നേരം ഉള്ളിലുള്ളിലൊരു മിന്നലടിച്ചു. കണ്ണിൽ മെല്ലെ നോക്കിയ നേരം അരികത്തെത്താൻ നെഞ്ചു തുടിച്ചു. സാറിന് ഏത് ഫ്ലവറാ വേണ്ടേ? ഉള്ളിലൊരു മിന്നലടിച്ചു. സർ, നിങ്ങളോടാ ചോദിച്ചേ? I want this flower. 200 rupees. Thank you, sweetheart. സ്വീറ്റ് Yeah, sweetheart. അങ്ങനെയൊന്നും വിളിക്കണ്ട. Then tell me your sweet name, sweetheart. അറിഞ്ഞിട്ടിപ്പോ എന്തിനാണാവോ? ഐഷ്, കസ്റ്റമറിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാ? ഷേ, മോശം. നിങ്ങളെല്ലാരും കാണുന്നില്ലേ ഒരു കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നെന്ന്? ഓ, ഇയാളെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ. എന്റെ നെയിം ദീക്ഷ. Oh, what a name, sweetheart. ഓ, ഇയാള്. താങ്ക് യു. എങ്കിൽ ഈ ചായം പോട്ടെ. ബൈ മോളു. എന്തോന്ന് ഇച്ചായനാ? ഓരോ കുരിശുകളെ രാവിലെ തന്നെ കെട്ടിയെടുത്തോളൂ മനുഷ്യനെ മൂട് കളയാനായിട്ട്. അപ്പം പോയിട്ട് ഇന്നേക്ക് 3 വർഷം. എന്നിട്ടും വർഷങ്ങൾ കടന്നുപോയത് അറിയാനേ പറ്റുന്നില്ല. അപ്പം പോയി എന്നുള്ള ഒരു കുറവ് പോലും വരുത്താതെയാ ഇച്ചായൻ എന്നെ വളർത്തുന്നത്. എന്നാലും ഏതോ ഒരു മൊമെന്റിൽ അപ്പയെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യാറുണ്ട്. എങ്കിലും അപ്പം അമ്മേൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. അതായത് അപ്പയുടെയും അമ്മയുടെയും മരുമോളെ ഞാൻ കണ്ടുപിടിച്ചു. എനിക്കറിയാം ഞാൻ അയാളേത് ഇച്ചേനാ മൂത്തത്, ഞാൻ നേരത്തെ കെട്ടാൻ പാടില്ല എന്നൊക്കെ. എന്തായാലും ഞാൻ ഇപ്പോഴേ കെട്ടാൻ പോണില്ല. ഞങ്ങൾ കുറച്ച് പ്രേമിച്ചൊക്കെ നടക്കട്ടെന്നേ. ആദ്യം ഇച്ചേനെ പിടിച്ച് കെട്ടിക്കണം, കെട്ടിച്ചിട്ടേ ഞാനും കെട്ടുള്ളൂ. എനിക്ക് നന്നായി അറിയാം നിങ്ങളെ സെലക്ട് ചെയ്ത് തന്ന പെണ്ണാ അതെന്ന്. ഇല്ലെങ്കിൽ അവിടെ എന്നെ കൺമുന്നിൽ ഇപ്പോഴും ഒന്നും പെടേയില്ലായിരുന്നു. എന്നാലും നിങ്ങളില്ലാതെ പോയല്ലോ എന്നൊരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട്. എന്നാ ഞാനങ്ങോട്ട് പോവാ അപ്പ അമ്മ. ആർക്കും ഈ ഡീലിന്റെ കാര്യത്തിൽ വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ നമ്മളിത് അപ്രൂവ് ചെയ്യാൻ പോവാണേ. ഇവനെന്താ ചത്ത പോലെ ഇരിക്കുന്നത്? ഡാടാ, നിനക്ക് ആ സെമിത്തേരി പോപ്പ വല്ല പ്രേതവും കൂടിയോടാ? സെമിത്തേരി വെച്ചല്ല, ഫ്ലവർ ഷോപ്പിൽ വെച്ച്. ഫ്ലവർ ഷോപ്പിലാ? അതെ, ആ ഫ്ലവർ ഷോപ്പിൽ വെച്ച് ഒരു സുന്ദരിയായ യക്ഷി എന്റെ മനസ്സിൽ കയറിക്കൂടി. മന്ത്രവാദിയെ വിളിച്ച് ഒഴിപ്പിക്കേണ്ടി വരുമോ? ഇതങ്ങനെയൊന്നും എന്റെ മനസ്സിൽ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല ചായ. I fell in love with a രക്ഷി. ഓ, അപ്പൊ ഇത് പ്രേതബാധയല്ല,
പ്രണയബാധയാണല്ലേ? യാ, അങ്ങനെ വേണമെങ്കിലും പറയാം. അതെയോ? ആളെ കാണാൻ എങ്ങനെയുണ്ടടാ? എന്റെ ഇച്ഛയ, എനിക്ക് വാക്കുകളില്ല. ഒരു ദേവത, അല്ല ഒരു മാലാക. അവളെ കണ്ട നിമിഷം തൊട്ട് ഇങ്ങനെ നെഞ്ചിടിക്കാൻ തുടങ്ങിയതാ. എനിക്കെന്തായാലും ഇനി നേരിട്ട് കാണണമെന്നൊന്നുമില്ല. നിന്റെ പറച്ചിലൂടെ തന്നെ ഏകദേശം രൂപം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഇച്ചയിന് ഞാൻ നടന്നാ മതിയോ? ഇച്ചയിന് പെണ്ണൊന്നും കെട്ടണ്ടേ? എടാ മോനെ, ഇതുവരെ ഒന്നും ഇല്ലാത്ത ശുഷ്കാന്തിയാണല്ലോ എന്നെ കെട്ടിക്കാനായിട്ട്. നീ പെണ്ണിനെ കണ്ടുപിടിച്ചില്ലേ? നീ ആദ്യം കെട്ടുന്ന കെട്ടിക്കോടാ, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കുള്ള ആള് ഇതുവരെ വന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഏയ്, അപ്പൊ നമുക്ക് ഇന്നും കൂടെ ഞാൻ വാക്ക് കൊടുത്തോളൂ, ഇച്ചാനെ കെട്ടിച്ചിട്ട് ഞാൻ കെട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ കല്യാണം ആദ്യം. അളിയന്മാരെ, ഞാൻ എത്തിയല്ലോ. അതെ ഡോക്ടർ അളിയോ? അളിയനെന്ന ഇവിടെ കാര്യം? ഇത് കമ്പനിയാണ്, ആശുപത്രി അല്ല. എനിക്കറിയാം, ഞാൻ കഞ്ചാവ് അടിച്ചിട്ടല്ല വന്നത്. എന്റെ പെങ്ങൾക്ക് ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയായിരുന്നു, അപ്പൊ അവളെയും കൊണ്ട് വന്നതാ. ആ ശരിയാ, ഞാൻ ഏറുവിന് പേഴ്സണലി ഒരു ഇന്റർവ്യൂ നടത്തിയായിരുന്നു. അവളതിൽ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനാ ലെറ്റർ അയച്ചത്. ഈ വക കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് കേട്ടോ. എന്നാലും ആളിനെ വിളിക്ക്. ഏറോ, കേറി പോരെ. May I come in, sir? ആ, നിന്നെ ഞാൻ പണ്ടെപ്പോഴും ഒന്ന് കണ്ടിട്ടുണ്ട്, ഇപ്പോഴാ ഒന്ന് കാണുന്നേ. എനിവേ, വെൽക്കം ടു അവർ കമ്പനി. Thank you, sir. എന്നാലും ഏറോ കൂടി ചെല്ല. അവിടെ എന്റെ PO ഉണ്ട്, അവളെല്ലാ കാര്യങ്ങളും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. Thank you, sir. ഞാൻ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഡോക്ടറുകളിന് ഇത്രയും നല്ല പെങ്ങളുള്ള കാര്യം ഞാൻ എന്താ മറന്നുപോയത്? അളിയോ, നീ അയാളെ നോക്കുന്നതിലും പ്രേമിക്കുന്നതിലും ഒന്നും എനിക്ക് ഒരു വിരോധമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പെങ്ങളെ നീ കെട്ടിയിരിക്കണം. കെട്ടാനാണെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് നിന്നാ മതി. ആഹാ, ആദ്യമായിട്ടാ ഒരു ബ്രദർ സ്വന്തം പെങ്ങളെ സ്വന്തം ഫ്രണ്ടിനെ കൊണ്ട് കെട്ടിക്കാൻ ഇത്ര ശുഷ്കാന്തി കാണിക്കുന്നത്. അത് ഇവനായോണ്ടാ, വേറെ ആരെങ്കിലും എന്റെ സ്വഭാവം അറിയണേ. എന്തായാലും ഞാനങ്ങോട്ട് പോട്ടെ, നിങ്ങളുടെ കാര്യം നടക്കട്ടെ.